വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടാസ്ക് ആയിരുന്നു നമ്മുടെ ബിഗ് ബോസ് ഹൗസിലെ കണ്ടസ്റ്റൻസിന് കൊടുത്തത്. എന്താണെന്ന് വെച്ചാൽ പില്ലോ മേക്കിംഗ് ആണ്. സിമ്പിളാണ്, എന്നാലോട്ട് സിമ്പിളും അല്ല താനും. അപ്പോൾ അതിനകത്ത് ജിൻഡോ നന്നായിട്ട് ഷൈൻ ചെയ്തു. എന്താണ് സംഭവം എന്ന് വെച്ചാൽ, ജിൻഡോയുടെ പാരൻസ് ഒക്കെ ഇന്ന് വന്നിട്ടുണ്ടായിരുന്നു, നന്ദനയുടെ പാരൻസ് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു നല്ല ഒരു അറ്റ്മോസ്ഫിയറിലാണ് ഈ ആഴ്ച ബിഗ് ബോസ് ഹൗസ് പോകുന്നത്. അപ്പോഴാണ് ബിഗ് ബോസ് വിളിച്ചിട്ട് ഒരു ടാസ്ക് അങ്ങോട്ട് കൊടുത്തത്. പില്ലോ ഉണ്ടാക്കുക. എല്ലാവർക്കും പില്ലോ കവർ കൊടുത്തു, കോട്ടൺ കൊടുത്തു, 4 ടീമായിട്ട് ഡിവൈഡ് ചെയ്തു. അതിൽ ആദ്യത്തെ ടീം അപ്സര ആൻഡ് സിജോ, അവർ രണ്ടുപേരും കുറേ പില്ലോസ് ഉണ്ടാക്കി. പില്ലോ ഉണ്ടാക്കിയാൽ മാത്രം പോരാ, അത് സ്റ്റിച്ച് ചെയ്യണം, ക്വാളിറ്റി ഉണ്ടായിരിക്കണം, എല്ലാം ഏകദേശം ഒരേപോലെ ഇരിക്കണം, എങ്ങനെയെങ്കിലും ഉണ്ടാക്കിയാൽ പോരാ. അങ്ങനെ കുറച്ച് നിബന്ധനകൾ ബിഗ് ബോസ് വെച്ചിട്ടുണ്ടായിരുന്നു. അതിലൊരു 8-9 പില്ലോസ് സിജോ ആൻഡ് അപ്സര ടീം പെട്ടെന്ന് സ്പീഡിന് അവർ ചെയ്തു, നന്നായിട്ട് ടാസ്ക് ചെയ്തു. പക്ഷേ സിജോ അവിടെ സമ്മതിച്ചില്ല. അതിന് ക്വാളിറ്റി ഇല്ല, അതിനകത്തെ കോട്ടൺ പലതിലും പലതാണ്. സിജോ കിടന്ന് കാണിക്കുന്നു, ഇരുന്ന് കാണിക്കുന്നു, എല്ലാം പറഞ്ഞിട്ട് സിജോ എന്ത് വന്നാലും ഈ 9 എണ്ണത്തിനെയും അപ്രൂവ് ചെയ്തില്ല. ഒരെണ്ണം മാത്രം ഒന്നും സ്റ്റിച്ച് ചെയ്തിട്ടില്ലായിരുന്നു, ബാക്കി സ്റ്റിച്ചിങ്ങിന് കുറ്റം പറഞ്ഞിട്ടുണ്ട്. എന്തായാലും അവരങ്ങനെ അപ്സര വഴക്കുണ്ടാക്കിയിട്ട് പോയി പണങ്ങിയിരിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. അടുത്തത് സായിയാണ് വന്നത്. സായി വന്നിട്ട് ഋഷിയുടെയും അടുത്ത സായി വന്നിട്ട് അൻസിബ ആൻഡ് നോറ. അൻസിബയുടെ കാര്യം നമുക്കറിയാമല്ലോ. അൻസിബ എപ്പോഴും ഒരു സ്ലോ ആയിട്ടും വളരെ കാമായിട്ടും എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ഒരാളാണ്. ഇവിടെ അതേപോലെ ഒരു 3 പില്ലേഴ്സ് ഉണ്ടാക്കി. പക്ഷെ അതിനകത്ത് 2 എണ്ണം അപ്രൂവ് ചെയ്തില്ല. സായിയോട് നോറ തർക്കിക്കുന്നുണ്ട്. പക്ഷെ അൻസിബ പറഞ്ഞു ഓക്കെ എല്ലാത്തിനും സമാധാന പ്രിയയാണ് അൻസിബ, 1 അപ്രൂവ് ചെയ്ത് വിട്ടു. അടുത്തത് അഭിഷേക് വന്നിട്ട് നന്ദനയുടെയും പിന്നെ ആരായിരുന്നു, അത് കഴിഞ്ഞിട്ട് അഭിഷേക് വന്നിട്ട് നന്ദനയുടെയും റസ്മിൻ ബായിയുടെയും. അവർ കുറച്ച് നന്നായിട്ട് അവിടെ ഷൈൻ ചെയ്തു. കാരണം അഭിഷേകിനെ തൊട്ട് തേടാവി തലോടിയൊക്കെ പ്ലീസ് ചെയ്യാൻ ശ്രമിച്ചു. അഭിഷേകിന് ആകെ നാണം കൊണ്ട് വലഞ്ഞു. കാരണം അഭിഷേക് അങ്ങനെയൊന്നും അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് അഭിഷേകിന് ഇല്ലായിരിക്കും എന്ന് ഞാൻ പറയുന്നു. അപ്പോൾ എന്തായാലും ഇവർ ആ ഗെയിമിൽ അവരെ പ്ലീസ് ചെയ്യിക്കാൻ ട്രൈ ചെയ്തു അഭിഷേകിനെ. അതായത് എക്സാമിനർ ആണല്ലോ, ഇവാലുവേറ്റർ. അങ്ങനെ വന്നിട്ട് നോക്കിയിട്ട് അഭിഷേക് ഒന്നും അപ്രൂവൽ കൊടുത്തില്ല. കാരണം ഒന്നിനും ക്വാളിറ്റി ഇല്ല എന്ന് പറഞ്ഞിട്ട് പോകുന്നു. അത് കഴിഞ്ഞിട്ട് ഉള്ള ടീം ജാസ്മിൻ്റെയും അർജുൻ്റെയാണ്. അപ്പോൾ അർജുൻ്റെ ടീമിൽ വന്നതെന്ന് പറയുന്നത് ശ്രീധുവാണ് ഇവാലുവേറ്ററായിട്ട് വന്നത്. അപ്പോൾ ശ്രീധുവിൻ്റെ അമ്മ വന്ന് പോയ ശേഷം അർജുനും ശ്രീധുവും കൂടെ അധികം ഒരു അടുപ്പമില്ല. ശ്രീധുവിൻ്റെ അമ്മ ഒരു വാണിംഗ് പോലെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ കോംബോ ഇല്ലാതെ തനിയെ കളിക്കണം, ലൈറ്റ് ഓഫ് ചെയ്താൽ പോയി കിടന്നുറങ്ങണം. അത് എന്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നതെന്ന് ശ്രീധുവിനും മനസ്സിലായി. അതിനുശേഷം ശ്രീധു അധികം അടുപ്പം അർജുനോട് കാണിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അവിടെ ഒരു കോൾഡ് വാർ പോലെ അല്ലെങ്കിൽ എന്തോ ഒരു അൺഈസിനെസ് അവരുടെ ഇടയിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ എക്സാമിനായിട്ട് വന്നപ്പോൾ ശ്രീധു പറയും നിങ്ങളുടെ എഫേർട്ടിനൊരു വില തരുന്നു. അപ്പോൾ അർജുൻ പറയുന്നുണ്ട് എൻ്റെ എഫേർട്ടിനൊന്നും ഒരു വിലയും തരില്ല, ആകെ ക്വാളിറ്റി നോക്കിയാൽ മതി എന്നൊരു സുഖമില്ലാത്ത രീതിയിൽ പറയുന്നുണ്ട്. അതിനകത്തും ഇതേപോലെ സ്റ്റിച്ചിങ് ശരിയല്ല, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് 1 അപ്രൂവൽ കൊടുത്തു. എന്തായാലും ഇവിടെ വിജയിച്ച ടീം അർജുൻ ജാസ്മിൻ, ഋഷി, അഭിഷേക്. അപ്പോൾ ഇതെന്ന് വെച്ചാൽ ടിക്കറ്റ് ഫിനാലെയാണ്. ഇതിലുള്ള പോയിന്റ് ഫൈനൽ ഇതിലേക്ക് വേണ്ടിയിട്ട് കൗണ്ട് ചെയ്യും എന്നാണ് ബിഗ് ബോസ് പറയുന്നത്. അങ്ങനെ ആ ടാസ്ക് അവിടെ മനോഹരമായിട്ട് കഴിഞ്ഞു. എന്തായാലും ജിൻഡോ അവിടെ പെർഫോം ചെയ്തു നന്നായിട്ട്. ജിൻഡോ ഒന്നിനും അപ്രൂവൽ കൊടുത്തില്ല. ശരിക്കും പറഞ്ഞാൽ 1-2 നല്ല ബില്ലോയായിരുന്നു. പക്ഷെ അതെന്തുകൊണ്ടോ പർപ്പസ്ഫുള്ളി കൊടുത്തില്ല എന്ന് എനിക്ക് തോന്നിയത്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരാം. ബൈ.